ജപമാലയിലൂടെ സുഖപ്പെട്ട് ജപമാലയുടെ പ്രഘോഷകനായ വൈദികനാണ് ഫാദർ പാട്രിക് പേട്ടൺ. 1938 അയർലൻഡിൽ നിന്ന് അമേരിക്കയിലേക്ക് മാറിയ അദ്ദേഹം ക്ഷയരോഗം ബാധിച്ച് രോഗിയായി തീർന്നു. ആ കാലഘട്ടത്തിൽ ഈ രോഗത്തിനൊരു മരുന്ന് ഇല്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തോട് തൻ്റെ സഹോദരി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ നിർദ്ദേശിച്ചു. അദ്ദേഹം ആ നിർദ്ദേശത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. അദ്ദേഹം തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കുകയും നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും തുടങ്ങി. ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത പരിശോധനയിൽ ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ക്ഷയരോഗത്തിൽ നിന്ന് വിമുക്തനായി എന്ന് വെളിപ്പെട്ടു. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമായി മാറി. തന്റെ ജീവിതം ജപമാല ഭക്തി പ്രചരിപ്പിക്കാൻ അദ്ദേഹം വിനിയോഗിക്കും എന്ന് പരിശുദ്ധ അമ്മയോട് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഇതിനുശേഷം അദ്ദേഹം സെമിനാരിയിൽ ചേർന്ന് ഒരു വൈദികനായതിനു ശേഷം ഈ വാഗ്ദാനം അദ്ദേഹം നിർവഹിച്ചു. അദ്ദേഹം ആയിരക്കണക്കിന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അവരെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ഉദ്ബോധിപ്പിച്ചു. കുടുംബങ്ങൾ ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ ആയിരങ്ങളെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് അദ്ദേഹം നയിച്ചു. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിൽ ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോ പരിശുദ്ധ അമ്മയിലൂടെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.